ദിയ ഇവഴെവിടെ പോയി? മറ്റൊരിടത്ത്. എന്റെ കൈ വിടി. ഇല്ല, എനിക്കെന്താ പ്രശ്നം? എന്നോട് മിണ്ടാത്തെന്നും. എന്റെ കൈ വിടാനാ പറഞ്ഞത്. ദിയ, ഏതാ പല്ലവി? പല്ലവി, എത്ര നേരമായി നിന്നെ കാത്തിരിക്കാം. നീ എവിടെ പോയതാടി? ഞാനിത് മുഖത്ത് മണലായതുകൊണ്ട് കഴുകാൻ പോയതാ. ശരി, വാ പോകാം. മക്കളെ, നിങ്ങൾ രണ്ട് കൂടെ നിന്നാൽ മതി, ഞാൻ വായി നോക്കിക്കോളാം. എടി തുഷ്ടി, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചക്കുന്നു? പിന്നെ നിങ്ങൾക്ക് രണ്ടാൾ സെറ്റായില്ലേ? ഞാൻ സെറ്റായോ? ഇല്ലല്ലോ. നിങ്ങളോട് പറഞ്ഞില്ലേ ഞാനും കുറച്ചെങ്കിലും ഈ കല്യാണത്തിൽ വന്നാലെങ്കിലും ചെക്കന്മാരെന്ന് വാങ്ങി നോക്കട്ടെ. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ ഞാൻ. ഇവരോട് പറഞ്ഞപ്പം ഞെട്ടിതെന്തിനാണെന്നും. ഞാൻ ഈ കുളിച്ച് തല തോർത്തായിരുന്നു കേട്ടോ. ആ സമയത്ത് റൂമിലേക്ക് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആരാ? മിതു വന്ന് എന്നെ മുന്നിൽ വന്നു. ഞാൻ ഇതെന്താണുള്ളത് എന്നെ പുറകിൽ നിർത്തിച്ച് എന്നെ തല തോർത്തി വണ്ടടിച്ചിരിക്കാൻ. ഞാൻ വിചാരിച്ചു അവനോട് കിസ് ചെയ്യാനിരിക്കുന്ന. പക്ഷേ നിങ്ങളതെന്നെ എനിക്ക് വിചാരിച്ചിട്ടുണ്ടാവല്ലേ. എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ നെഞ്ചാണെങ്കിൽ കടകടാ ഇടിക്കാൻ തുടങ്ങിയായിരുന്നു. എന്ത് ചെയ്യാനാ, അതിൻ്റെ ആ ബ്രൗൺ കണ്ണുകൾ എന്നെ ആകർഷിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളോട് ഈ കഥ പറയുന്ന സമയത്ത് എന്നെ തന്നെ കല്യാണപ്പുഴയിൽ വന്ന് നോക്കിയിരിക്കാം. ഞാൻ ആള് എങ്ങനെ ഡ്രസ്സിട്ടെന്ന് പറഞ്ഞുതരാം. ആ ബ്രൗൺ കണ്ണുകൾ എന്നെ ആകർഷിക്കുന്ന പോലെ. ആ ബോയ്സിനെ വായി നോക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ ബോയ്സിനെ വായി നോക്കുന്നതാണ് കണ്ണുവിട്ട് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. വൈറ്റ് മുണ്ടും മഞ്ഞ കളർ ഷർട്ടും ചിരിക്കുമ്പോൾ കാണുന്ന ചെറിയ നുണക്കുഴികളും അത് നോക്കി നിന്ന് പോകും ആരാണെങ്കിലും. ഇവിടെ രണ്ടെണ്ണം തമ്മിൽ നോക്കി നിൽക്കുക. ഞാനൊരു തട്ട് കൊടുത്തു. ആരാണ് രണ്ടുപേരും? കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സ്റ്റോറി ടെല്ലർ മലയാളം എപ്പിസോഡ് 15. ഇവിടെ കഥകൾ കൈമാറുകയാണ് എൻ്റെ ചേട്ടൻ പാത്തിയും. ഏറ്റടാ, അല്ലെങ്കിൽ ചേച്ചി ഉഴിഞ്ഞു പോകും. അശ്വതി ചേട്ടൻ അമ്മുള്ളി ചേച്ചി നമ്മൾ കഥ പറഞ്ഞു കഴിഞ്ഞു. എന്തോ കുന്തം. ഈ രണ്ടുപേരും വരുന്നില്ലേ ഡാൻസ് കളിക്കാൻ? ഇത് നമ്മുടെ ഡാൻസാണ്. കുട്ടിക്ക് മുട്ടയുടെ കലത്ത് മടിക്ക് പിന്നെ എൻ്റെ അമ്മയുടെ ചിന്തിക്കുന്ന എൻ്റെ അമ്മ കെട്ടുകൊണ്ട് പോയി. എൻ്റെ രണ്ട് കുപ്പി എൻ്റെ അമ്മ കൊടുത്ത് പറ്റും. എൻ്റെ അമ്മേ, ഇനി കുറച്ച് വെള്ളം വേണം. എടീ ശരി, നീ എന്താ ഡാൻസ് കളിക്കാൻ വിചാരിക്കുന്നത്? അപ്പോൾ നമുക്ക് പോയി ഫുഡ് അടിക്കാം. നല്ലവണ്ണം ഫുഡ് കഴിച്ചു വീട്ടിൽ വന്ന് നല്ല ഉറക്കം പാസ്സാക്കി നമ്മൾ അമ്പലത്തിലേക്ക് പോകണം. അവിടെ താലികെട്ടുന്ന രണ്ടെണ്ണം ഒരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുവാണ്. അച്ചുചേട്ടൻ നമ്മുടെ അവിടുത്തെ ചേട്ടൻ്റെ ചേച്ചിയുമായിട്ട് കല്യാണം ഉണ്ടാകുന്നത് സാധിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു കൂട്ടക്കച്ചലായിരുന്നു. പല്ലവിയും ഞാനും ദിയൊക്കെ ഇതെന്താ ഇപ്പൊന്നും കഴിയൂലേ എന്ന് വിചാരിച്ചിരിക്കുക. നമ്മുടെ കൂടെ ഒരു പുതിയ അതിഥിയും കൂടെ ഉണ്ട് കേട്ടോ. ആരാണ് അതിഥി? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റോറി ടെല്ലർ എപ്പിസോഡ് 60. നമ്മുടെ കൂടെ നേഹേട്ടത്തിയുടെ അനിയത്തിയായിട്ടുള്ള മേഘയുണ്ട് കേട്ടോ. നമ്മുടെ അതേ കോളേജിൽ, നമ്മുടെ അതേ ക്ലാസ്സിൽ. പക്ഷെ ഇന്നേവരെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ചിരിക്കാറുണ്ട് കേട്ടോ. നമ്മൾ മേഘയോട് വന്നു. സാരില്ല മേഘ, അവളുടെ സങ്കടങ്ങൾ മാറ്റി വീട്ടിലേക്ക് വന്നു. പല്ലവിയുടെ അമ്മ വിളക്ക് കൊണ്ട് നേഹ ചേച്ചിയെ വീട്ടിലേക്ക് കയറ്റി. പിന്നെ നമ്മൾ 3 പേരും ഡ്രസ്സ് മാറാൻ വേണ്ടി. രാത്രി ആയതുകൊണ്ട് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ തള്ളൊക്കെ വിളിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ബിരിയാണി വാറ്റി കയറ്റി ഉറങ്ങാനിരുന്നു. മിത്ര, എന്താടി അവൻ എന്നോട് മിണ്ടിക്കൂടെ? ഞാൻ മിണ്ടില്ലേ? എൻ്റെ പ്രശ്നം എന്താ ദിയാ? അവനോട് എനിക്ക് സംസാരിക്കണം. വേണ്ട, നീ ഉറങ്ങിക്കോ. ഒന്ന് ഉറങ്ങാൻ വിട് ദിയ, നാളെ ഫംഗ്ഷൻ ഉണ്ട്, വേഗം ഉറങ്ങ്. ശരി, എന്നാ കൊല്ലുമോ രണ്ടുപേരും കൂടി? വളരെ ചമ്മന്തി ആക്കുവാണ് കെട്ടിപ്പിടിച്ച്. നമ്മൾ ഉറങ്ങി. ഞാൻ ഇനി എഴുന്നേറ്റിട്ട് ഫംഗ്ഷൻസ് തുടങ്ങുമ്പോൾ നിങ്ങളോട് കഥ പറയാട്ടോ. നിങ്ങൾ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബട്ടൺ ചെയ്യുക, ഒന്ന് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. രാവിലെയായി. ഇനിയും ഇവൾ എഴുന്നേറ്റില്ലേ? ഇടി എഴുന്നേൽക്ക്. അമ്മയ്ക്ക് സംഗീതം ഗ്രീൻ ഡ്രസ് കളറായിട്ടുള്ള ലെഹങ്കയായിരുന്നു. നമ്മൾ ബോയ്സും ബ്ലാക്ക് കളർ ഷർട്ടും വൈറ്റ് പാൻറ്റുമാണ്. പിന്നെ ചേച്ചി മെറൂൺ കളർ സാരിയും ബ്ലാക്ക് കളർ ബ്ലൗസും, ചേട്ടന് മെറൂൺ കളർ ഷർട്ടും ബ്ലാക്ക് കളർ പാൻറ്റും. പിന്നെ അവർ വിളിച്ച് അവിടെ എത്തി. പിന്നെ നമ്മുടെ ബോയ്സിൻ്റെ അടിപൊളി ഡാൻസ്, പിന്നെ ഗേൾസിൻ്റെ ഒരു അടിപൊളി ഡാൻസ് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിരുന്നു. കാറ്ററിങ്ങിന് വന്ന ആൾക്കാരാണ് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. ആരാണ് വന്നത്? നേക്കും മദ്യത്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും പണി കൊടുക്കുന്നു. എപ്പിസോഡ് 70. ഇവരാണോ കാറ്ററിംഗ് നീക്കുന്നത്? അപ്പോൾ ഇല്ല, പണി അവർക്ക് കൊടുത്തന്നെ. നിങ്ങൾ 2 പേരും ഇലയിൽ തിന്നാൽ മതി. അവർ പെട്ടു. അത് നിങ്ങളുടെ കൂടെ വേണം. അതിന് ആദ്യത്തെ ചേട്ടൻ നെഹയുടെ തിരികെ പണി കൊടുത്തു. ശരി,
നമ്മളുണ്ടല്ലോ, നമ്മൾ പിന്നെ പണി കൊടുക്കാൻ വേണ്ടി സെറ്റാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്തിനാ മക്കളെ? വേറെ എന്തിനും നമ്മൾ പണിയിലെ ആലോചനയിലാണ്. എൻ്റെ കൂട്ടി മൊത്തം ചികന് മാറ്റി ഉയർത്തിച്ചു. പിന്നെ നമ്മൾ പണി കൊടുക്കാനിരുന്നു. ബെഡ് മാറ്റിയിട്ട് അവിടെ സ്വിമ്മിംഗ് പൂള്, പ്ലാസ്റ്റിക് സ്വിമ്മിംഗ് പൂള് കുട്ടികൾ ഉപയോഗിക്കുന്ന അത് വെച്ച് അതിന് മുകളിൽ 2-3 ബെഡ്ഷീറ്റും വിരിച്ച് കിടിലം ബെഡായില്ല അത്. അതിന് മുകളിൽ 2-3 താങ്ങാനും റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ തണുത്ത വെള്ളം വസം കെട്ട് ഇട്ടിരുന്നോ. അവർ വീണം നല്ല പനിയായിരിക്കും. 2 ദിവസത്തേക്ക് പനി പിടിച്ച് കളക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഫാനിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി ഇടാൻ വിചാരിച്ചു. അങ്ങനെ അരിപ്പൊടികൾ ഫാനിൽ ഇട്ട് വെച്ചു. പിന്നെ ഏസിനുള്ളിലൊന്നും വെച്ചിട്ട് കാര്യമില്ല, AC അവരിട്ടാലും വെച്ചിട്ട് നമ്മളങ്ങനെ AC റിമോട്ട് ഇട്ടിട്ട് പോയി. പിന്നെ ഒരാളെന്തായാലും ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ ഷെൽഫിനുള്ളിൽ വിളിച്ചു തന്നു. അവിടെ പ്രശ്നത്തിൽ നോക്കുന്നതല്ല കേട്ടോ, പണി കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ കൊടുക്കുക. പിന്നെ എല്ലാവരും ടിവിയുടെ മുന്നിലായി അത് ലൈവായി കാണാൻ വേണ്ടി അയാൾ വീഡിയോ കോൾ നോക്കിയിരിക്കുക. അതാ മക്കളെ അവരെത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങളോട് കഥ അവളെ പറ. ഞാൻ പറയുന്നില്ല, നീയല്ല എന്നോട് മിണ്ടാത്തത്. നീ ഒന്ന് പറ, ഞാനൊന്ന് ഇത് കേട്ടോട്ടെ. ശരി, നമ്മൾ നായിക പറഞ്ഞതല്ലേ, നമുക്ക് എനിക്ക് കഥ പറയാം. നല്ലോണം ഇരുന്ന് നോക്കിക്കോ. എന്താ ഇതെന്താ? 2 വെള്ളത്തിൽ വേണം. സ്നേഹിക്കാൻ പോയതാണ് ചേട്ടൻ. പക്ഷെ പാവം 2 വെള്ളത്തിൽ വേണം. എല്ലാവരും കൂട്ടച്ചിരിയായിരുന്നു. പിന്നെ ഫാൻ ഇടാൻ വിളിച്ചു. തണുപ്പിൽ ഫാൻ ഇട്ടാലെങ്ങനെ? അത് ശരിയാവില്ലല്ലോ. ഡ്രസ്സ് മാറി വന്ന് ഫാൻ ഇട്ടു. വേറെന്താ മക്കളെ, ഫാനിലരിപ്പൊടി കൊണ്ട് ചലവിളി. പല്ലവിയോട് എത്തി. എന്താ ചേട്ടാ ഇതെന്താ വല്ലവി? പിന്നൊന്നും പറയണോ? ബാക്കി നമുക്ക് പറയാം കേട്ടോ. എന്ത് പറയാനാ? പിന്നൊന്നും നോക്കിയില്ല. നമ്മൾ ചേച്ചിയെ കൂട്ടി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി. ചേച്ചി നമ്മളുടെ കൂടെ കടന്നോട്ടെ വന്നു. പാവം ചേട്ടൻ കുളിക്കാത്ത മുന്തിരി കിട്ടാത്ത അവസ്ഥയിൽ പോയി. ചേച്ചി കിട്ടാത്തതുകൊണ്ട് നമ്മളിതിൻ്റെ കേസ് പിടിച്ച് കിടന്നുറങ്ങി കേട്ടോ. എനിക്കിനി അടുത്ത ഇത് കേൾക്കാൻ വേണ്ടി ന്യൂസ് ഫാൻ ഇട്ടപ്പോൾ ആദ്യം വലിയ ടിസ്റ്റ് എല്ലായിരുന്നു നടന്നത്. സോ നമ്മൾ എപ്പിസോഡ് 18 കഴിഞ്ഞു കേട്ടോ. ഇനി 19 എപ്പിസോഡ് 19 കേട്ടോ. അപ്പം എല്ലാവരും മറക്കാതെ കേൾക്കണം. ന്യൂസ് സ്റ്റോറി